ഇനി നമുക്കൊരു സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നു. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു പദ്ധതിയാണിത്. യാത്രക്കാരുടെ നിരന്തരമായുള്ള ആവശ്യം പരിഗണിച്ചാണ് നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നു. അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. ഒരു കൊല്ലത്തിനകം പണി പൂർത്തിയാക്കാനാണ് പരിപാടി. കേന്ദ്ര സർക്കാർ അങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മറ്റൊരു പദ്ധതി കൂടി എത്തിയിരിക്കുകയാണ്. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ, നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ൽ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കെയാണ് റെയിൽവേ സ്റ്റേഷന് തറക്കല്ലിടുന്നത്. സ്ഥലത്തിന്റെ ദൗർലഭ്യവും മറ്റു പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി പദ്ധതി മുന്നോട്ട് പോയില്ല. വിഷയം പലതവണ സ്ഥലം MP ബെന്നി ബെഹനാൻ ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. ട്രാക്കിന് സമീപം ഇരുവശത്തും റെയിൽവേയുടെ ഭൂമി ലഭ്യമാണ്. ഈ ഭൂമി ഉപയോഗിച്ചായിരിക്കും പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുക. 19 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിക്കുന്നതോടെ കരാർ ക്ഷണിച്ച് 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന വിധത്തിലായിരിക്കും പ്രവൃത്തികൾ. ഈ കാണുന്ന സോളാർ പാടത്തിന് സമീപമായിരിക്കും പുതിയ റെയിൽവേ സ്റ്റേഷൻ വിഭാവനം ചെയ്യുന്നത്. കൊച്ചിൻ എയർപോർട്ട് എന്ന് പേരിടാനാണ് നിലവിലെ തീരുമാനം. അത്താണി ജംഗ്ഷൻ കടന്ന് എയർപോർട്ട് റോഡിലെ മേൽപ്പാലം അവസാനിക്കുന്നിടത്തായിരിക്കും പ്ലാറ്റ്ഫോം ആരംഭിക്കുക. ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരമാണ് വിമാനത്താവളത്തിലേക്കുള്ളത്. ഇലക്ട്രിക് ബസ്സുകളടക്കം സജ്ജീകരിക്കാൻ സിയാലും തീരുമാനിക്കുന്നുണ്ട്. ഭൂമിയും സിയാലും റെയിൽവേ സ്റ്റേഷനും വിട്ടു നൽകും. ഒപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്ക്, ഇന്റർസിറ്റി എക്സ്പ്രസ്സുകൾക്കെല്ലാം സ്റ്റോപ്പുകൾ ഉണ്ട് എന്നതാണ്. 24 കോച്ച് ട്രെയിനുകൾ നിർത്താനാകുന്ന 2 പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കും. 2 വന്ദേ ഭാരത് സർവീസുകൾക്കും സ്റ്റോപ്പ് ഉണ്ടാകും. പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ചൊവ്വര നെടുവന്നൂർ എയർപോർട്ട് റോഡിലേക്കാണ്. ഇവിടെ നിന്നായിരിക്കും സിയാലിന്റെ ഇലക്ട്രിക് ബസ്സുകൾ പ്രവർത്തനം ആരംഭിക്കുക. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴാണ് സ്റ്റേഷന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് അടിയന്തരമായി നിർമ്മാണം ആരംഭിക്കാനുള്ള തീരുമാനം. പല ദീർഘദൂര ട്രെയിനുകളും അവിടെ നിർത്തുന്നില്ല. നമ്മളുടെ വന്ദേ ഭാരത് ട്രെയിൻ ഉൾപ്പെടെ ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാ ദീർഘദൂര ട്രെയിനുകളും വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് നെടുമ്പാശ്ശേരിയിൽ പുതുതായി വരുന്ന റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടാകണമെന്നതാണ്. തത്വത്തിൽ അത് അംഗീകരിച്ചുകൊണ്ടുള്ള മറുപടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും റെയിൽവേ ബോർഡിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും അതിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിച്ച് നമ്മുടെ ഒരു സ്വപ്നം എത്രയും വേഗം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. എയർപോർട്ട് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ട്രെയിനിലെത്തുന്ന വിമാനത്താവള യാത്രികർക്ക് വലിയ ആശ്വാസമാകും. നിലവിൽ ആലുവ റെയിൽവേ സ്റ്റേഷനാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോകാൻ 600 രൂപയ്ക്കടുത്ത് വേണം. വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾക്ക് ആലുവയിൽ സ്റ്റോപ്പുമില്ല എന്നത് മറ്റൊരു പ്രശ്നം. വന്ദേ ഭാരതിൽ വരുന്നവർ എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി എയർപോർട്ടിലേക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും നിരവധി യാത്രക്കാർ ദിനംപ്രതി എത്തുന്ന സ്ഥലത്തേക്കാണ് ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. കാലങ്ങളായുള്ള യാത്രകളുടെ ആവശ്യമാണ് നിറവേറുന്നത്. എത്രയും പെട്ടെന്ന് പദ്ധതി ഫലപ്രാപ്തിയിലെത്തുമെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് പൊതുജനങ്ങൾ. ക്യാമറമാൻ VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി.